ബോസ് ബോസ് മ്യൂസിക് ഓൺ ആക്കിക്കോ, എന്നിട്ട് ഡാൻസ് കളിക്കാൻ തയ്യാറായിക്കോളൂ. എടാ നിന്റെ തലയ്ക്ക് എന്താ സൂക്കേടാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? ബോസ് ബോസ് ഞാനിപ്പോ വീറിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വരും. അവൻ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. മോന, ലൈറ്റ്സ് ഓൺ, മ്യൂസിക് ഓൺ, ഡാൻസ് തുടങ്ങിക്കോളൂ. ടിംബാറ്റോ വീറിനെ പേടിച്ചോ, ടിംബാറ്റോ വീറിനെ പേടിച്ചോ, ടിംബാറ്റോ വീറിനെ പേടിച്ചോ, ടിംബാറ്റോ വീറിനെ പേടിച്ചോ, ടിംബാറ്റോ വീറിനെ. എന്ത് പറ്റേ? എന്താ ഒരു ശബ്ദം കേട്ടതാ? ഡാൻസ് കളിച്ചോളൂ ബോസ്, ഡാൻസ് കളിച്ചോളൂ. വീറിനെ ഇതാ ഞാൻ പിടിച്ചു കഴിഞ്ഞു. അവനെ ഒരു ചാക്കിൽ കെട്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. നീ ആള് കൊള്ളാടാ ടിംബാറ്റോ. മോനാ, നീ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കെ. ബോസ് ഡാൻസ് നിർത്തിക്കോളൂ, ഡാൻസ് നിർത്തിക്കോളൂ ബോസ്. അല്ല, ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചത്? വീറ് ആ ചാക്കിനകത്താണല്ലോ ഉള്ളത്. ഇതാരാ എന്നെ ചാക്കിനകത്ത് കെട്ടിവെച്ചത്? എന്ത് പറ്റിയടാ? ഞാൻ ഡാൻസ് ചെയ്യണോ അതോ വേണ്ടയോ? ബോസ് ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ, ഒരേ ഒരു മിനിറ്റ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഏത് ഗെയിം വാങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. ഒരു മിനിറ്റ് നിക്കണേ, ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. ബോസ് വീണ്ടും ഡാൻസ് തുടങ്ങിക്കോളൂ. വീറിനെ ഞാൻ പിടിച്ച് വീണ്ടും ചാക്കിൽ കെട്ടിയിട്ടുണ്ട്. ലൈറ്റ്സ് ഓൺ, മ്യൂസിക് ഓൺ, ഡാൻസ് തുടങ്ങിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. വരൂ വീർ, ഇത് കണ്ടില്ലേ? ഈ കാണുന്ന പുസ്തകങ്ങളെല്ലാം നിങ്ങൾ ഷെൽഫിൽ വൃത്തിയായി അടുക്കി വെക്കണം. ഓക്കെ സർ. അല്ല എന്റെ ജഡ്ഡാ സാറേ, താങ്കൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അയ്യോ, താൻ TV ന്യൂസ് ഒന്നും കണ്ടില്ലേ? നാട്ടിൽ എന്തൊക്കെ ഭയാനകമായ കാര്യങ്ങളാ നടക്കുന്നത്. കുറച്ചു നാളത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാന്ന് വിചാരിക്കുകയാണ്. അതെ ബണ്ടിയുടെ അമ്മേ, ഒന്ന് വേഗം വാ. ഞാനും കുറച്ച് നാളത്തേക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോയിട്ട് ഒരുപാട് നാളായി. അത് എമിലി, വേഗം ചെന്ന സാധനങ്ങളൊക്കെ പാക്ക് നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം. അച്ഛൻ പേടിക്കണ്ട, റോബോബോയ് നമ്മളെ ഉറപ്പായിട്ട് രക്ഷിക്കും. റോബോബോയ്ക്ക് എല്ലാ ഡിവൈസും കണ്ടുപിടിക്കാനാവില്ല. എവിടെയൊക്കെയാണാവോ അതെല്ലാം വെച്ചിരിക്കുന്നത്. ശരി, നീ വേഗം വരൂ, വാ. വിങ് സ്യൂട്ട് ഓൺ. Wing suit on. മാൻ ഫ്രീസിംഗ് ഡിവൈസസ് അവിടെയുണ്ട്. ഏത് ഡിവൈസ് ആദ്യം ആക്ടിവേറ്റ് ആവുന്നതെന്ന് നോക്കാം. അല്ല, ഈ ഡിവൈസ് ആണല്ലോ ആദ്യം പൊട്ടാൻ പോകുന്നത്. ഹലോ അപ്പൂപ്പ, ഞാൻ ഈ ഡിവൈസിന്റെ പൊസിഷൻ അപ്പൂപ്പന് അയച്ചു തരാം. മിനാറിലുള്ള ഡിവൈസ് 3 മിനിറ്റിൽ പൊട്ടിത്തെറിക്കും. ഞാനതിനെ ഡിഫ്യൂസ് ചെയ്യട്ടെ. ബാക്കി അപ്പൂപ്പൻ പോലീസിനെ വിവരം അറിയിക്കേ. അവരവരുടെ ജോലി ചെയ്തോളും. ശരി ശരി, ഞാനെല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട്. വെരി ഗുഡ് വീർ. ഞാൻ പോലീസിന് ഫോൺ ചെയ്ത് ബാക്കിയുള്ള ഡിവൈസിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. നീ ആ മിനാറിലെ ഡിവൈസ് ഡിഫ്യൂസ് ചെയ്യ്, നമുക്ക് സമയമില്ല. ഓക്കേ. അങ്കിൾ പ്ലീസ് ഒരു മിനിറ്റ് ഡിവൈസ് ഒന്ന് പഠിക്കോ. ബാക്കിയുള്ളതൊക്കെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, അവരത് നോക്കിക്കോളും. പേടിക്കണ്ട.
ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. Twister suit on. മിസ്റ്റർ ചട്ട, നിങ്ങൾ പറയൂ, ഇന്നലെ രാത്രി എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് കണ്ടു. ഞാൻ നോക്കുമ്പോൾ അവരൊരു വല വിരിച്ച് ചില ആളുകളെയൊക്കെ കുടുക്കി വലിച്ചഴച്ച് സ്പേസ് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്റെ വീടിനടുത്തുള്ള ഒരു കഴുത വരെ ആ വലയിൽ കുടുങ്ങിയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉടൻ തന്നെ ഞാൻ കുംഫു, കരാട്ടെ, കളരിപ്പയറ്റ്, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പുറത്തെടുത്തു. അങ്ങനെ ഞാൻ ആ ഏലിയൻസിനെയൊക്കെ പിടിച്ച് ഒരുപാട് തല്ലി ചതച്ചു. ഒടുവിൽ അവരെന്റെ കാലേല് വീണ് മാപ്പൊക്കെ ചോദിച്ചു. അയ്യോ സാറേ, ഞങ്ങളെയൊക്കെ വിട്ടേക്കൂ, ഞങ്ങൾ എല്ലാവരെയും തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതിച്ചു. അവര് നേരെ സ്പേസ് ഷിപ്പിലേക്ക് പോയി ആദ്യം ആ കഴുതിയെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് ഉടൻ തന്നെ ബാക്കി ആൾക്കാരുമായി സ്പേസ് ഷിപ്പും കൊണ്ട് മുങ്ങി. എനിക്കവരെ രക്ഷിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ എന്റെ കൺമുമ്പിൽ ആ ഏലിയൻസ് മനുഷ്യന്മാരെ കൊണ്ടുപോയത്. ഇനി എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. ഇയാളെല്ലാവരെയും പറഞ്ഞു പറ്റിക്കുക. എന്തൊക്കെ കള്ളങ്ങളാ ചാനലിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ വിളമ്പുന്നത്. ഇപ്പൊ തന്നെ പോയി കാലുമടക്കി ഒരു തൊഴി കൊടുക്കണം. അവിടെ കിടന്ന് പിള്ളേരെ പോലെ കരഞ്ഞോണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലക്കുകയായിരുന്നു. എന്നിട്ട് TV കയറിയിരുന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പൂപ്പ അവരിനിയും പിന്നെ ഇങ്ങോട്ട് വരുമോ? ആർക്കറിയാം. ഞാൻ എന്റെ റഡാറുകൾ മുഴുവനും ഓണാക്കിയിട്ടുണ്ട്. ഇനി അവരെങ്ങാനും ഭൂമിയുടെ എയർ സ്പേസിൽ പ്രവേശിച്ചാൽ എനിക്കത് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. വരൂ, നമുക്ക് പുറത്തു പോകാം. പുറത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് നോക്കാം. വരൂ വരൂ, എനിക്ക് ആ ചട്ടയ്ക്ക് കാലുമടക്കി തൊഴി കൊടുക്കണം. അതെ മിസ്റ്റർ ചഡ്ഡ, താങ്ക് യു. അതെ ചഡ്ഡ സാറേ, നിങ്ങൾ ഇത്ര ധൈര്യശാലിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഏലിയൻസിനോടൊക്കെ ഏറ്റുമുട്ടണമെങ്കിൽ നല്ല ധൈര്യം തന്നെ വേണം. നിങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ എന്റെ കടമയല്ലേ. 3 cheers for Mr. Chadda. Hip hip hooray! 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 എല്ലാ റഡാറുകളും ഓണാണ്. ഇന്ന് ആ ഏലിയൻസ് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഏലിയൻ ഷിപ്പ് എത്തിക്കഴിഞ്ഞല്ലോ. മാത്രമല്ല അവർ ഫുർസത്ഗഞ്ചിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവര് ഭൂമിയുടെ എയർ സ്പേസിനകത്ത് കയറുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വിവരം കിട്ടേണ്ടതല്ലേ അപ്പൂപ്പ? വീർ, നീ പോയി ചെക്ക് ചെയ്യൂ. മിനാറിന്റെ അടുത്ത് എവിടെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. വേഗം ചെല്ലൂ. ബോസേ, ഇയാളൊരു ചെറിയ സ്പേസ് ഷിപ്പിൽ കയറി നമ്മുടെ താവളത്തിനകത്ത് വന്ന് എല്ലാം ഒളിഞ്ഞു നോക്കുമായിരുന്നു. ഡോക്ടർ പ്രേം സഹായ്, വെൽക്കം വെൽക്കം. അങ്ങനെ ഒടുവിൽ നിങ്ങൾക്ക് എന്റെ കാൽച്ചുവട്ടിലേക്ക് വരേണ്ടതായി വന്നുവല്ലേ? വീർ എവിടെയാണുള്ളത്? അവൻ എവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്. അവനിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഞാൻ ഇനി വീറിനെ പോലെ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കി ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായി മാറും. എനിക്കിപ്പൊ തന്നെ വീറിനെ കണ്ടേ പറ്റൂ. അതിനെന്താ, കാണിക്കാമല്ലോ. എന്താണ് ഇത്ര ധൃതി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല. വീർ, അപ്പൂപ്പനിപ്പോ മാഡ് മാക്സിന്റെ കയ്യിലാണുള്ളത്. വേഗം വരൂ, എല്ലാരെയും രക്ഷിക്കണം. ഒരു മിനിറ്റ് ഇംലി, അവരെന്നെ ഈ ടേബിളിലേക്ക് എടുത്തിയ സമയത്ത് എന്റെ ഉള്ളിൽ കുറച്ച് പവേഴ്സ് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേട്ടത് എന്താണെന്നോ? ബോസ്, ഈ ചങ്ങല വെച്ച് ഇവനെ കെട്ടിയിടാം, അല്ലെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് ഓടിക്കളയും. എടാ, ഇവൻ ഈ ടേബിളിൽ നിന്നും ഇറങ്ങിയാൽ ഇവിടെ പൊട്ടിത്തെറിക്കും. അങ്ങനെ അവൻ സ്വയം ഇല്ലാതെയാകും. നീ കേൾക്കുന്നുണ്ടോടാ വീർ? നിന്റെ ഉള്ളിൽ കുറച്ച് എനർജി ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ കേട്ടുകൊള്ളൂ. ഈ ടേബിളിൽ നിന്ന് നീ ഇറങ്ങരുത്. ഇറങ്ങിയാൽ ഇവിടെ എല്ലാം പൊട്ടി തകരും. ഇംലി, എനിക്ക് ടേബിളിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഇതെല്ലാം പൊട്ടിത്തെറിക്കും. വീർ, എന്റേതിന്റെ വെയിറ്റ് ഏകദേശം ഒരുപോലെയാ. നീ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. നിനക്ക് പകരം ഞാനിവിടെ ഇരുന്നോളാം. നീ എല്ലാരെയും രക്ഷിച്ചിട്ട് പിന്നെ വന്ന് എന്നെ രക്ഷിച്ചാ മതി. ഓക്കെ? താങ്ക്സ് ഇംലി. നിന്നെ പോലെ ഒരു കൂട്ടുകാരെ കിട്ടാൻ വളരെ പ്രയാസമാ.
ഇംലി, ഞാൻ പോയിട്ട് വേഗം വരാം. നീ ടേബിളിൽ നിന്ന് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ഓക്കേ വീർ. ഡോക്ടർ പ്രേം സായ്, നിങ്ങളിതാ വീറിനെ കണ്ടുകൊള്ളൂ. അവൻ എന്തുമാത്രം നിസ്സഹായനാണെന്ന് അറിയാമോ? മാത്രമല്ല തനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല.